ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ന്യൂസ് പേപ്പർ ഫീഡുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് KSEB 722 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു, നിയമന ശുപാർശ തുടങ്ങി. അതേപോലെ KSEB നിയമനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തസ്തികയുടെ കുറഞ്ഞ യോഗ്യത SLC IT എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്പെഷ്യൽ റൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു 3 മാസത്തിനുള്ളിൽ അംഗീകരിക്കുന്ന രീതിയിലാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. KSEB 722 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു, നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം അസിസ്റ്റന്റ് 797, സബ് എഞ്ചിനീയർ 217, 208 ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ക്യാഷ്യർ. അതിൽ ക്യാഷ്യറിന്റെ എന്ത് നിയമനമാണ്, അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റിന്റെ ഇതാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഐ മീൻ നിയമന ശുപാർശ തുടങ്ങിയിട്ടുള്ളത്. ബാക്കി സബ് എഞ്ചിനീയറും ഈ നിയമന ശുപാർശ തുടങ്ങുന്നതേ ഉള്ളൂ. ബാക്കി എന്താ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് ക്യാഷ്യറിന്റെ നിയമന ശുപാർശ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ, ജൂനിയർ അസിസ്റ്റന്റ്, സബ് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് 702 ഒഴിവുകൾ KSEB റിപ്പോർട്ട് ചെയ്തു. ജൂനിയർ അസിസ്റ്റന്റ് ക്യാഷ് തസ്തിക റിപ്പോർട്ട് ചെയ്ത് 208 ഒഴിവിലേക്ക് നിയമന ശുപാർശ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റൊഴിവുകളിലേക്കും ഇവിടെ നിയമന ശുപാർശ തയ്യാറാക്കുമെന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ 214 തസ്തിക മാറ്റുന്ന 83 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 83 ഒഴിവുകളിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 70 ആൾക്കാരെ മാത്രമേ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സബ് എഞ്ചിനീയറിന്റെ കേസിൽ 217 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. പുനർവിന്യാസത്തിന്റെയും പുനഃസംഘടനയുടെയും പേരിൽ കുറെ നാളുകളായി KSEB നിയമനം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ചെലവ് ചുരുക്കലിന് വേണ്ടി ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചു. കഴിഞ്ഞ മാസം ചേർന്ന ഡയറക്ടർമാരുടെ യോഗമാണ് വിവിധ തസ്തികകളിലേക്ക് 1000-ഓളം ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് 702 ഒഴിവുകൾ അറിയിക്കുകയായിരുന്നു. ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായി റിപ്പോർട്ട് ചെയ്യുമെന്ന് KSEB അധികൃതർ പറഞ്ഞു. അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, ജൂനിയർ അസിസ്റ്റന്റ് എന്നിവയ്ക്ക് പുറമെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങിയ തസ്തികയിൽ നിയമനത്തിന് തീരുമാനമായിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ കേസിൽ 1.5 വർഷം കഴിഞ്ഞ റാങ്ക് പട്ടിക എന്നുള്ള രീതിയിൽ, അതായത് എക്സാം കഴിഞ്ഞിട്ട് 1.5 വർഷത്തിനുള്ളിൽ അവിടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു ജൂൺ മാസം കഴിഞ്ഞിട്ട് ഡിസംബർ മാസം, അടുത്ത വർഷം ഡിസംബറിലാണ് റാങ്ക് പട്ടിക അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ സബ് എഞ്ചിനീയറിന്റെ കേസിലാണെങ്കിൽ 240 പേർക്ക് നിയമന ശുപാർശ ഏറ്റവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി 217 പേർക്കും കൂടി എന്ത് ഇനി നിയമന ശുപാർശ അയക്കുന്നുണ്ടോ. ഓക്കെ. പിന്നെ പറഞ്ഞ 10ാം ക്ലാസ് ജയിച്ചവർക്ക് എനിക്ക് KSEB ജോലിയുള്ളൂ. അതായത് ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂർ തസ്തികയുടെ യോഗ്യത 10ാം ക്ലാസ് വിജയവും ITIയും ആയേക്കും. 10ാം ക്ലാസ് ജയിച്ചവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാനായിരുന്നില്ല. സാങ്കേതികമായി അറിവുള്ളവരെ മാത്രമേ വൈദ്യുതി മേഖലയിലെ ജോലികൾക്ക് നിയോഗിക്കാവൂ എന്ന് കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട്. മറ്റ് തസ്തികകളുടെയും സാങ്കേതിക യോഗ്യതയിൽ പരിഷ്കാരം വരുന്ന കേന്ദ്ര അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ KSEBയിലെ തസ്തികകളുടെ നിയമന ചട്ടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് PSCയുടെ പരിഗണനയിലാണ്. ഇപ്പോ കമ്മീഷന്റെ അനുമതി ലഭിക്കുന്നവരേക്കും വിശേഷ ചട്ടം പരിഷ്കരിച്ച് സർക്കാർ വിജ്ഞാപനം ചെയ്യും. അതിനുശേഷമായിരിക്കും PSC വിജ്ഞാപനം തയ്യാറാക്കി അപേക്ഷ ക്ഷണിക്കുന്നത്. അതായത് 3 മാസത്തിനുള്ള സ്പെഷ്യൽ റൂൾ അംഗീകരിക്കുന്ന രീതിയിലാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചത്. നിയമനച്ചട്ടം പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വർഷങ്ങളായി മസ്ദൂർ തസ്തിക നിയമനം നടത്തുന്നില്ല. 2013 അവസാന റാങ്ക് പട്ടിക PSC പ്രസിദ്ധീകരിച്ചത്. ഈ തസ്തികയിൽ ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഈ തസ്തിക നിർത്തലാക്കാനുള്ള ശുപാർശ നിലവിലുണ്ട്. മസ്ദൂർമാർക്ക് ലൈൻമാനെ സ്ഥാനക്കയറ്റം ലഭിക്കാറുണ്ട്. ലൈൻമാനെ നിശ്ചിത സർവീസ് പൂർത്തിയാക്കുന്നവർക്ക് സബ് എഞ്ചിനീയറായും അതിന് മുകളിലേക്കും സ്ഥാനക്കയറ്റം ലഭിക്കും. ചെറിയ ന്യൂസ് പേപ്പർ ഫീഡാണ്. അപ്പോ സ്പെഷ്യൽ റൂള് 3 മാസത്തിനുള്ളിൽ അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു സ്പെഷ്യൽ റൂള് പറഞ്ഞിട്ടുള്ള ഡ്രാഫ്റ്റ് ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള അതുമായി മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഓക്കെ. അപ്പോ ഇപ്പൊ ഇത്രയാണ് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.